എന്നിട്ട് നമ്മളിവിടെ ഒരു ഹെവി ട്രാഫിക്കിലേക്ക് വരികയാണ്. വൺ വേ ആണ്. മൂവ് ആക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഞാൻ ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് നല്ല തിരക്കേറിയ സിറ്റിയിലൂടെ വാഹനം ഓടിക്കുന്നതാണ്. ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് തിരക്കേറിയ സിറ്റിയിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ വാഹനം ഓടിക്കാനായിട്ടുള്ള വല്ലാത്തൊരു ഫിയർ ഉണ്ട്. കാരണം നമ്മുടെ വാഹനത്തിന്റെ മുന്നിലായിട്ട് ഒരുപാട് വണ്ടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിന്റെ പിന്നിലായിട്ടും ഒരുപാട് വണ്ടികൾ വരുന്നുണ്ടാകും. എതിർ സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ റോഡ് സൈഡിൽ മറ്റു വണ്ടികൾ ഇരു സൈഡിലും പാർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പിന്നെ നമ്മൾ സിറ്റിയിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെവി ട്രാഫിക് വരും. ഹെവി ട്രാഫിക്കിൽ നമുക്ക് സ്ലോ ആയിട്ട് വണ്ടി ഓടിക്കേണ്ട സാഹചര്യങ്ങൾ വരും. ചിലപ്പോൾ ട്രാഫിക്കിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വേഗത്തിൽ എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടിയും ഹെവി ട്രാഫിക്കിൽ വേഗത്തിൽ ഓടിക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സിറ്റി പോലെയുള്ള ഏരിയയിൽ എങ്ങനെ വണ്ടി ഓടിക്കാമെന്നുള്ളത് തിരക്കുള്ള ഒരു സിറ്റിയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഗുഡ്സൺ കട്ടപ്പന എന്ന ഈ യൂട്യൂബ് ചാനൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ എല്ലാ ദിവസവും ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ട്രാഫിക്കിലൂടെ നമ്മൾ ഇനി വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ മുന്നിലായിട്ടൊരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടു പുറകിലായിട്ട് മറ്റൊരു വണ്ടിയും പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തു തുടങ്ങാം. ഇപ്പൊ എന്റെ വാഹനം കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കയറ്റത്തോടു കൂടിയ ഒരു ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയുടെ മുന്നിൽ ഒരു വാഹനം പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്, പുറകിൽ മറ്റൊരു വാഹനവും ഉണ്ട്. അപ്പം നമ്മൾ വണ്ടി കറക്റ്റ് ആയിട്ട് വണ്ടിയുടെ ബാക്ക്, അതായത് വണ്ടി ബാക്കിലേക്ക് റോൾ ആകാതെ തന്നെ നമുക്ക് ഇവിടെ വാഹനം എടുക്കാനായിട്ട് കഴിയണം. അതിനുവേണ്ടി എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു. ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ഞാൻ ഇതേ വാഹനത്തിന്റെ താക്കോല് ഓൺ ചെയ്യുന്നു. വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ചേർത്തിടുകയാണ്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ വാഹനം എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പുറകിലൊരു വണ്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് ഒരു കാരണവശാലും റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് ആദ്യം നമ്മൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ്, അതായത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്ത് വണ്ടി ഇതുകൊണ്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിന്റെ ആ വിറയൽ പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് പ്രോപ്പർ നമ്മൾ ബ്രേക്കിൽ നിന്നൊന്ന് പതുക്കെ കാലൊന്ന് എടുത്തു നോക്കുകയാണ്. എടുത്തു നോക്കുന്ന സമയത്ത് ഇതുകൊണ്ട് വണ്ടി ഇപ്പൊ ചെറിയ കയറ്റത്തായതുകൊണ്ട് ഹാഫ് ക്ലച്ച് തന്നെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ചെറിയ കയറ്റങ്ങളിൽ ഇങ്ങനെ വണ്ടി ഹാഫ് ക്ലച്ച് നിൽക്കും. ഈ സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. ആക്സിലറേറ്റർ പെഡലിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. എന്നിട്ട് സെന്റർ മിറർ നോക്കുന്നു, റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു. പുറകിൽ നിന്ന് വാഹനം ഇല്ല എന്ന് ഉറപ്പുവരുത്തി ആക്സിലറേഷൻ ലൈറ്റ് ആയിട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ചെടുക്കണം. ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഞാൻ എന്റെ വാഹനം റോഡിലേക്ക് എടുക്കുന്നു. ഓക്കെ, കണ്ടില്ല? അപ്പൊ ഈ മെത്തേഡിലായിരിക്കണം നമ്മളൊരു വാഹനം ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ എടുക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതുപോലെയുള്ള തിരക്കുള്ള റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. നിങ്ങളുടെ വാഹനം പഠിക്കുന്ന ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ്, നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടിയുടെ അടുത്ത് ചെന്നിട്ട് തിരിച്ചു പോകാനായിട്ട് ശ്രമിക്കും. ഒരിക്കലും നമ്മൾ അത് ചെയ്യരുത്. ഇപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ റൈറ്റ് സൈഡ് പിടിച്ച് ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടി അല്ലെങ്കിൽ ആളുകളുമായിട്ട് നിങ്ങൾ ഒരു സ്പേസ് ഇടുക. ഒപ്പം തന്നെ ഈ റോഡിന്റെ നടുക്കോട്ട് ഒരുപാട് വണ്ടി പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ റോഡിന്റെ നടുക്കായിട്ട് നമുക്ക് സെൻട്രൽ ലൈൻസ് കണ്ടോ, ഇടവിട്ട ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നടുക്കോട്ട് ഒരുപാട് ചേരാതെയും എന്നാൽ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ചേരാതെ ഇതിന്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഇട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടിയെ തട്ടുമോ എന്നുള്ളൊരു പേടി നിങ്ങൾ വേണ്ട. ലെഫ്റ്റ് സൈഡിലുള്ള ആളെ തട്ടുമോ എന്നുള്ളൊരു ഫിയർ നിങ്ങൾക്ക് ഇല്ലാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും. എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടില്ല. ഇപ്പം ഞാനിതുണ്ട്, ഇവിടെ ട്രാഫിക് പോലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു, ബ്രേക്കിലേക്ക് കാല് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ടേൺ എടുക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ഇതുകൊണ്ട് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലുമാണ് എൻ്റെ കാലിരിക്കുന്നത്. പതിയെ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ എൻ്റെ വാഹനം കൊണ്ട് ഈ ഒരു സൈഡിലേക്ക് ഞാൻ എടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും വരുന്നു. ഓക്കെ, ഇപ്പൊ വീണ്ടും ക്ലച്ചിലും ബ്രേക്കിലും വന്നു, കാരണം ഇവിടെ ഒരു ഹെവി ട്രാഫിക് വന്നു. ഇനി വണ്ടി മൂവ് ആക്കാനായിട്ട് ഹാഫ് ക്ലച്ചിൽ വരുന്നു, പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വാഹനം ഇതുകൊണ്ട് മെല്ലെ ഞാൻ മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു. മുന്നിലുള്ള വാഹനങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് സെക്കൻഡ് ഗിയർ ഇടാം. ഇനി ഒരു വണ്ടി ഗ്യാപ്പ് നിങ്ങൾ മുന്നിലുള്ള വാഹനമായിട്ട് ഇടുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഒരു വണ്ടി ഗ്യാപ്പ് ഞാനിവിടെ മുന്നിലുള്ള വണ്ടിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇതുകൊണ്ട് എൻ്റെ വാഹനം ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ട് ഞാനിവിടെ ഡ്രൈവ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ മുന്നിലുള്ള വാഹനവുമായിട്ട് ഇതുകൊണ്ട് ഒരു വണ്ടി ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നത്. വീണ്ടും ഞാൻ വണ്ടിക്ക് ചെറിയൊരു മൂവ്മെന്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, അതേ തേർഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇടുന്നു. ഇനി
മുന്നിലുള്ള വാഹനത്തോട് നമ്മൾ ഒരുപാട് അടുക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെല്ലെ ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്യുക, എന്നിട്ട് സ്പീഡ് നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ നോക്കിയേ, സെക്കൻഡ് ഗിയറിൽ ഞാൻ സ്പീഡ് കുറച്ച് ഒരു വണ്ടി ഗ്യാപ്പ് ഇട്ടാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പം നമുക്ക് ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് സെക്കൻഡും തേർഡും ഒക്കെ കൊടുക്കാനായിട്ട് കഴിയും. മുന്നിലുള്ള വാഹനം ആവറേജ് വേഗതയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തേർഡ് കൊടുക്കാം. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഒരു വണ്ടി ഗ്യാപ്പ് ഉണ്ട്, ഞാനിത് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, മൂന്നാമത്തെ ഗിയറിലാണ് എൻ്റെ വാഹനം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് വീണ്ടും മെല്ലെ ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നമ്മളിവിടെ ഒരു ഹെവി ട്രാഫിക്കിലേക്ക് വരികയാണ്, വൺ വേ ആണ്. സെക്കൻഡ് ഗിയർ ഇടുന്നു, ഇറക്കം കൂടിയ ഒരു ട്രാഫിക്കാണ്, ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട്. വീണ്ടും വണ്ടി മൂവ് ആക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, എന്നിട്ട് വീണ്ടും എൻ്റെ കാലിതുണ്ട് ബ്രേക്കിലും ക്ലച്ചിലേക്കും വരികയാണ്, സ്ട്രൈറ്റ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം എൻ്റെ വാഹനം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലാണ്, ഞാനിത് വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. വളരെ സുഖകരമായിട്ട് ഇതേ സെക്കൻഡ് ഗിയറിൽ നമ്മുടെ വാഹനം ഇതുകൊണ്ട് ഇവിടെ വളരെ സുഖകരമായിട്ട് ഇപ്പം നമ്മുടെ വാഹനം ഇതുകൊണ്ട് സെക്കൻഡ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീണ്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റോഡിൽ തിരക്കുകൾ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തേർഡ് ഗിയർ ഇടാം, ലെഫ്റ്റ് സൈഡുമായിട്ട് ഒരു ഗ്യാപ്പ് ഇടുക, നടുക്കോട്ട് കയറാതിരിക്കുക, ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ട്രാഫിക്കിലേക്ക് എത്തുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, മുന്നിൽ വാഹനം തിരക്കാകുന്നതിനനുസരിച്ച് നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ മുന്നിൽ ഒരു വണ്ടി പോകുന്നുണ്ട്, അപ്പം ഇതുകൊണ്ട് എൻ്റെ വാഹനം തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മുന്നിലുള്ള ഒരു വാഹനം ഇത്തിരി സ്ലോ ചെയ്യുമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം, പതിയെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടണം. ഇതുകൊണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ബ്രേക്ക് വന്ന് സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക, ആ വണ്ടി സൈഡിലേക്ക് ഒതുക്കി, അപ്പം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇവിടുന്ന് ഒരു വാഹനം എടുത്തു. ഈ ടൗണിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, എപ്പോൾ വേണമെങ്കിലും വാഹനങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഈ ടൗണിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനി ഞാൻ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുകയാണ്. നമ്മൾ ഏത് സൈഡിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരത്തെ മുന്നമേ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്ത് നിങ്ങൾ തിരിയുക. ഇത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു, എന്നിട്ട് ഇതുകൊണ്ട് വീണ്ടും ഇവിടുന്ന് തേർഡിൽ നിന്ന് വണ്ടി സ്ലോ ചെയ്ത് തിരിയാനായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ഇടുകയാണ്. ഓക്കെ, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, വണ്ടി നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു, ലെഫ്റ്റ് സൈഡിൽ ഒരു നിശ്ചിത ഗ്യാപ്പ് ഇടുന്നു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, തേർഡ് ഗിയറിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലേക്ക് നമ്മുടെ വാഹനം ഇങ്ങനെ വരുന്നു, വീണ്ടും വണ്ടിക്ക് ഞാൻ ചെറിയൊരു മൂവ്മെൻറ്റ്സ് നൽകുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. കാരണം നമുക്ക് മുന്നിലായിട്ട് നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്, ഒരുപാട് തിരക്കില്ല, അതുകൊണ്ട് നാലാമത്തെ ഗിയറിലേക്ക് വരുന്നു. ഇനി ഇവിടെ ചെറിയൊരു തിരക്ക് പോലെയുള്ള ഏരിയ വരുന്നു, അപ്പം തന്നെ നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും വരിക. ഫോർത്തിൽ നിന്ന് ഞാനിത് തേർഡിലേക്ക് ഇടുകയാണ്, തേർഡിലിടുന്നു. ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇനി ഇറക്കം കൂടിയ ഒരു ട്രാഫിക്കാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ബാലൻസ് ചെയ്യുക, എന്നിട്ട് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ഒരു ടയർ കാണാവുന്ന പരുവത്തിന് വരെയൊക്കെ നമുക്ക് അടുപ്പിക്കുന്നതിന് തെറ്റില്ല. തിരിയുകയാണ്, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു, ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ വാഹനം തിരിയുന്നു. ഓക്കെ, ഇനി ഞാനിതുകൊണ്ട് ഇവിടെ ഒരു ട്രാഫിക് പോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എൻ്റെ വാഹനം വന്നു. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തണം, എന്നിട്ട് ഹാഫ് ക്ലച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുക. ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് ഇതുകൊണ്ടോ നിങ്ങളുടെ വാഹനത്തെ ഇതുപോലെ നീക്കണം. ലെഫ്റ്റ് സൈഡ് തന്നെ നമ്മൾ പരമാവധി നമ്മുടെ വാഹനവുമായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ വൺ വേ ഒരു ട്രാഫിക്കാണ്. ഓക്കെ, ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് വാഹനങ്ങൾ കയറുന്നുണ്ട്, എൻ്റെ കാല് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനും കൂടെ കൺട്രോൾ ചെയ്താണ് ഞാൻ പോരുന്നത്. ഓക്കെ, ഇനി വീണ്ടും മറ്റ് വണ്ടിത്തിരക്കുകൾ മാറിയാൽ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക, ഉടൻ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടേക്കുക, വീണ്ടും ക്ലച്ച് റിലീസ് ചെയ്യുക, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക, തേർഡ് ഗിയറിലേക്ക് ഇടുക. ഹെവി ട്രാഫിക് എപ്പോൾ വന്നോ അപ്പോഴെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. അത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് ഓർക്കണം. കാരണം ഹെവി ട്രാഫിക്കിൽ ഫസ്റ്റ് ഗിയർ നിർബന്ധമാണ്, അത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നിന്നുണ്ട് ഈ ഒരു വൺ വേ ട്രാഫിക് തേർഡ് ഗിയറിലാണ് ഇങ്ങനെ തിരിയുന്നത്, ഇവിടെ തിരിയുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുകയാണ്, സെക്കൻഡ് ഗിയർ ഇടുന്നു. സെക്കൻഡ് ഗിയറിൽ നമ്മുടെ വാഹനം ഇതുകൊണ്ട് വളരെ സുഖകരമായിട്ട് ഇതിവിടെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഇനി മുന്നിലേക്ക് തിരക്കുകൾ ഉണ്ടെങ്കിൽ മാത്രം ഫസ്റ്റ് കൊടുത്താൽ മതി, ഇല്ല നിങ്ങൾക്ക് സെക്കൻഡിൽ പോകാം. പിന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഈ ടൗണിൽ അല്ലെങ്കിൽ ട്രാഫിക്കിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് പ്രതീക്ഷിച്ച് മാത്രം നിങ്ങൾ എപ്പോഴും വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ട്രാഫിക്കിൻ്റെ പ്രത്യേകത എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലായിരിക്കണം നിങ്ങൾ തിരക്കുള്ള ട്രാഫിക്കിലൂടെ വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക.